ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. സോ വി ആർ ഇൻ നമ്മളിവിടെ പോർച്ചുഗലിലാണ്. വിൻ്റർ ബ്രേക്ക് ഓഫ് സീസണാണ്. ഒരു കഴിഞ്ഞ ബ്ലോഗ്, ഒരു വർഷം ഏതാണ്ട് ഒരു ബ്ലോഗ് കേട്ട്. അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു, കണ്ട കുറച്ച് പേര് 4-5 പേര് പറഞ്ഞു കുറച്ചുകൂടിയൊക്കെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറയണം. അപ്പോൾ നമ്മളിവിടെ വന്നത് ബോസ്റ്റണിൽ നിന്ന് ടാപ്പ് എയർലൈൻസിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ലിസ്ബൺ. അപ്പോൾ നമ്മൾ ബോസ്റ്റണിൽ നിന്ന് ലിസ്ബണിലേക്ക് ആക്ച്വലി ഓൾസോ ഒരു നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. സൺഡേ രാത്രി ഫ്ലൈറ്റ് എടുത്തു, മൺഡേ മോർണിംഗ് ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ ഒറിജിനൽ പ്ലാൻ വേഴ്സ് ട്രെയിൻ എടുത്ത് അവിടെ നിന്ന് പോർട്ടോയിൽ പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെറിയ റൺ ടൈമിൽ പ്ലാൻ ഒന്ന് മാറ്റി പറഞ്ഞ വഴി നമ്മൾ ഒരു കാർ റെൻ്റ് ചെയ്ത് ലിസ്ബണിൽ നിന്ന് ഇത് അൽഗാർവ് റീജിയനിലേക്ക് വന്നു. അൽഗാർവ് റീജിയനിലുള്ള പോണ്ടെ പിയാര പ്രട്ടി പോയിന്റ് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡ്രൈവ്. ഒരു 3 മണിക്കൂർ ഡ്രൈവ്. കാറിൻ്റെ പ്രോസസ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചേക്കാൾ എളുപ്പമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇവിടെ എത്തി. ഇപ്പോൾ ഇന്നലത്തെ ദിവസം ഇവിടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അത് പിന്നെ അതിൽ കാണിക്കാം. ഇന്നിപ്പോൾ ഡേ 2 മോർണിംഗ് ഇവിടുത്തെ ഒരു ക്ലിഫ് വാക്ക് ആൻഡ് സോ ബ്യൂട്ടിഫുൾ. So that's in a nutshell. It's a very 6 മണിക്കൂർ direct flight ഉള്ളൂ നോർത്ത് ഈസ്റ്റ് ഓഫ് USA. It feels like this place is all for yourself. So let's enjoy the view. അശ്വതി രാവിലെ വന്നിറങ്ങി. ജെറ്റ് പോലും മാറുന്നതിന് മുമ്പ്. ബോസ്റ്റണിലെ സമയം എനിക്ക് തോന്നുന്നു രാവിലെ 8 മണി പോലും ആവില്ലെന്ന് തോന്നുന്നു. 7 മണി അടുപ്പിച്ച് ഏതോ ഒരു ബോട്ടിൽ കയറി എന്തോ ഒരു കേവിൽ കൊണ്ടുപോവാണ്. Porto is as such, very beautiful place. ഇവിടെ കുറേ beautiful libraries and bookstores, but this one is called the Libreria Lello. Supposedly inspired the Hogwarts and Harry Potter and considered to be one of the most beautiful libraries in the world.
It's a sandwich. It's basically a sandwich, which is then put in. ഗുഡ് മോർണിംഗ് പോർട്ടോ ഡേ 2. ഈ രാവിലെ കുറച്ച് വണ്ടിയൊക്കെ ഇതുവഴി പോകുന്നുണ്ട്, പക്ഷേ അതർവൈസ് ഇവിടെ ട്രാഫിക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ഷോപ്സും കോഫി ഷോപ്സ്, സുവനീർ ഷോപ്പിംഗ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പോർട്ടോ ഓൾസോ ഇസ് വെരി വെരി ഫേമസ് ഫോർ വാട്ട് യു കോൾ എസ് പോർട്ട് വൈൻ, റൈറ്റ്? സോ പോർട്ട് വൈൻ പോർട്ടോ. ഇവിടെ പോർട്ട് വൈൻ ടേസ്റ്റ് ചെയ്യാനും അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊന്ന് പോകണം. പിന്നെന്താണ്, വേറെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകുന്നു. അതിർത്തിട്ട് ഇവിടെ ഇങ്ങനെ സമയം പോർട്ടോയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിലാണ്. ഇതിനകത്ത് കുറേ സ്ഥലത്ത് ഫ്രഷ് മാർക്കറ്റ്സ്, ഫ്രൂട്ട്സ്, മീറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റോൾസും ഉണ്ട്. നമ്മളുടെ അജണ്ട ഇത് സംഭവങ്ങളെല്ലാം ഒന്ന് നോക്കി പിച്ച് പരിശോധിച്ചിട്ട് അതിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ട ഒരു സാധനമാണ് ഈ വെള്ള കളറിലിരിക്കുന്ന സ്ട്രോബെറി. വെള്ള കളറിലിരിക്കുന്ന സ്ട്രോബെറി. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് സ്ട്രോബെറിനെയും പൈനാപ്പിളിനെയും കൂടെ സമ്മിശ്ര ഇനമാണ്. സോ ആരോണോ വാങ്ങിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല, അത് സ്ട്രോബെറിയുടെയും ടേസ്റ്റ് അല്ല. Sardines. The small one, we call it tinga. Tinga? Yes. It means that is a small sardine. Okay. This one over here is the horse mackerel. Oh, mackerel? Okay. No, not just mackerel, horse mackerel. Horse mackerel. The mackerel will be in tomato. This is the bacalhau, codfish. Codfish, salted. Yeah. The salted one that is cooked after. Aishi, look here and taste. Eat it. Eat here. How is it? Only shake of head. It's not bad. The good one for you gonna be the tomato mackerel and for sure the codfish. Codfish, That okay. too will be really good. Ismay, give the half to Ismay. How is it, Ashwati? Taste it, Bara? This is the tomato. This is really good. What is it? Sardines in tomato. Sardines and tomato. Also, Do any of you want a sandwich? Do any of you want a chicken? it's good. How good is it? On a scale of 1 to 5. 3.5. 3.5. Okay. Salt? Yes. Okay. Pepper? Pepper. Olive oil? Balsamic? Yes, it's spray. Yeah, just a spray. Just to give a flavor. Yeah. Ooh, I see. Parmigiano. Gran padano. Who is doing the taste? Me. No, give it to Ashwati. Me. You. Okay, Aish trying it. Okay. Perfect. You are an artist. Thank you, sir. Okay, Aish, you doing the taste? Okay. I put 3 napkins. Yeah, thank you. That's good. I have one. I got it. We'll go. This is good. We'll just finish and go. Thank you. It's good. It's good. How good is it? You give a high five. Small errores
Otra vez andar con extraños errores. Otra vez andar con extraños y a llorar. That is your exciting thing. Churros. I got one huge thing. This is the river, Ayush. This is the Douro River through which they used to bring. This goes all the way to Douro Valley. That's where all these vineyards are. And they used to bring all the wine that they make in the valleys, like the grapes and stuff. They bring it here and they store it in the cellars. The cellars. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും പോർട്ടോ വീഡിയോ ഒക്കെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പം നമ്മൾ പോർട്ടോയിലേക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ ഫ്രം അൽഗാർവ് റീജിയൻ വി സ്റ്റോപ്ഡ് അറ്റ് ദിസ് പ്ലേസ് കോൾഡ് സാങ്ച്വറി ഓഫ് ഫാത്തിമ. ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ നോൺ എസ് ഷ്രൈൻ ഓഫ് ഫാത്തിമ. ഇപ്പോൾ ഗൂഗിൾ ചെയ്താൽ മതി ആ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണ്. കൂടുതൽ ഫുൾ സ്റ്റോറി ഞാനിവിടെ പറയുന്നില്ല. യു ക്യാൻ ഓഫ് കോഴ്സ് ഡു ദ ഓൺലൈൻ റീഡിങ്. But basically in between like 1916s to the 1920s, 3 small kids reported seeing like three apparitions of separate occasions, apparitions of Virgin Mary. So that later proved to be one of the most significant happenings in this region and turned this place into a big pilgrimage center. It's a very interesting stop by. I think especially if you are driving through, we really enjoyed it. But thank you. I will be back with another video about Lisbon sometime soon.